ഇറാൻ, അമേരിക്ക, ഇസ്രയേൽ ആ ഒരു സംഘർഷം, പശ്ചിമേഷ്യയിലെ സംഘർഷം, അതിന്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റുമായി ഇന്റർനാഷണൽ ഡെസ്ക് നിന്നും ഐസൻ ജോസ് ആണ് ചേരുന്നത്. എന്തായാലും ഉപരോധം മറികടക്കാനെത്തിയ ഇറാൻ വാണിജ്യ കപ്പലിനെതിരെ US ആക്രമണം. ടോസ്ക എന്ന കാർഗോ കപ്പലിനെതിരെയാണ് ആക്രമണം നടന്നത്. ഉപരോധം ഏർപ്പെടുത്തിയ പട്ടികയിലുള്ള കപ്പൽ കസ്റ്റഡിയിലെടുത്തതായും ട്രംപ് ദി ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചു. സംഭവത്തെ തുടർന്ന് US യുദ്ധക്കപ്പലിനെതിരെ ഇറാൻ ഡ്രോൺ ആക്രമണം നടത്തിയതായും റിപ്പോർട്ടുകളുണ്ട്. ഐസൻ, ഇവിടെ പറഞ്ഞതുപോലെ തന്നെയാണ് ഇറാൻ, ഇസ്രയേൽ, അമേരിക്ക സംഘർഷം അതെപ്പോൾ തീരുമെന്ന കാര്യത്തിൽ ഒരു അന്തിമ നിലപാടിലേക്ക് എത്താൻ കഴിയാത്തൊരവസ്ഥയാണ്. കാരണം ഒരു ഭാഗത്ത് ചർച്ചകൾ നടക്കുന്നു എന്ന് പറയുന്നു, പക്ഷേ ആ ചർച്ചകളിലെ തീരുമാനം ഒരിക്കലും പ്രാവർത്തികമാക്കാൻ ഈ രാജ്യങ്ങൾക്ക് സാധിക്കാത്ത ഒരവസ്ഥയും ഉണ്ടായി. അതാണ് ഏറ്റവും ഒടുവിലും സംഭവിച്ചതല്ലേ? ഒറ്റ ചോദ്യം കൂടി, ഇതിൽ ഭാരതത്തിൻ്റെ ഒരു നിലപാട് KP, സ്വതന്ത്രമായ കപ്പൽ പാത വേണം. ആ നിലപാട് എത്രത്തോളം വലിയ നിർണായകമായ സ്വാധീനം ഉണ്ടാക്കും ഇപ്പോൾ? ഐസൻ. ശ്യാം, സുരേഷ്, രണ്ട് ചോദ്യങ്ങളും ഏറെ ഗൗരവമേറിയ ചോദ്യങ്ങളാണ്. നിലവിൽ ആ വാർത്തയുടെ അപ്ഡേറ്റ് എന്ന് പറയുന്നത്, സുരേഷ് ചോദിച്ച വാർത്തയുടെ അപ്ഡേറ്റ് എന്ന് പറയുന്നത്, ഒരു ഉപരോധം മറികടക്കാനെത്തിയ ടൂസ്ക എന്ന കപ്പലിന് നേരെ ശക്തമായ ഒരു ആക്രമണമാണ് അമേരിക്കൻ ഉപരോധ സംവിധാനങ്ങളുടെ ഭാഗമായുള്ള സൈനിക നീക്കങ്ങളുടെ ഭാഗമായി ഉണ്ടായത്. ഈ അതിശക്തമായ ഒരു ആക്രമണം ഉണ്ടായി എന്ന് തന്നെ, അതിശക്തമായ ആക്രമണം തന്നെയാണ് ഉണ്ടായത് എന്നാണ് ഇപ്പോൾ പ്രാഥമികമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കപ്പലിൻ്റെ എഞ്ചിൻ റൂമിന് വലിയൊരു ദ്വാരം വീഴുന്ന രീതിയിലുള്ള മിസൈൽ ആക്രമണമാണ് ഉണ്ടായത്. സ്വാഭാവികമായും കപ്പലിൻ്റെ യാത്ര മുടങ്ങുന്നൊരു സാഹചര്യമുണ്ടായി. നേരത്തെയും സമാന രീതിയിൽ ഇത്തരത്തിൽ ഉപരോധം മറികടക്കാൻ ശ്രമിച്ചിട്ടുള്ള കപ്പലുകളിൽ ഒന്നാണിത്. നേരത്തെ നമുക്കറിയാവുന്നതാണ്, ഇറാനെതിരായ ഉപരോധം നിലനിൽക്കുമ്പോൾ പല കപ്പലുകളും അന്താരാഷ്ട്ര കപ്പൽശാലകളിൽ പ്രവേശിക്കുന്നത്. അത്തരത്തിൽ കപ്പലുകൾക്കും ഉപരോധം നിലനിന്നിരുന്നു, അമേരിക്കയുടെ ഉപരോധം നിലനിന്നിരുന്നു. ആ ഉപരോധത്തിൻ്റെ പട്ടികയിൽപ്പെടുന്ന കപ്പൽ കൂടിയാണ് ഇപ്പോൾ ഈ ഉപരോധം, അമേരിക്കയുടെ ബ്ലോക്കേഡ് അല്ലെങ്കിൽ ഉപരോധം, അമേരിക്കയുടെ സൈനിക ഉപരോധം മറികടക്കാനെത്തിയത്. അതിനെതിരെ ശക്തമായ നീക്കം നടത്തുകയും കപ്പൽ പിടിച്ചെടുക്കുകയും ചെയ്തുവെന്ന് ട്രംപ് തൻ്റെ സമൂഹ മാധ്യമത്തിൽ കൃത്യമായി കുറിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് നിർണായകമായ മറ്റൊരു വിഷയം ഉയർന്നു വരുന്നത്. ഈ ഒരു സമാധാനത്തിലേക്ക് നീങ്ങുന്നതിൻ്റെ ഭാഗമായുള്ള ചർച്ചകൾ ഇന്ന് നടക്കാനിരിക്കുകയാണ്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് സ്വാഭാവികമായും ശ്യാം ചോദിച്ചതുപോലെ ഭാരതത്തിൻ്റെ ഒരു ഇടപെടൽ ഏത് രീതിയിലായിരിക്കും, നിലപാട് ഏത് രീതിയിലായിരിക്കും പ്രായോഗികമാവുക എന്നത്. നമുക്കറിയാവുന്നതാണ്, ട്രംപ് ദിവസങ്ങൾക്ക് മുമ്പ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി സംസാരിക്കുകയൊക്കെ ചെയ്തിരുന്നു. അപ്പോഴും കൃത്യമായ നിലപാട്, ഫ്രാൻസിനോടും എല്ലാം തന്നെ കൃത്യമായ നിലപാട് അറിയിച്ചിട്ടുള്ളത് ഹോർമൂസ് കടലിടുക്കിൽ സ്വതന്ത്രമായ വാണിജ്യ കപ്പലോട്ടം ഉറപ്പാക്കണമെന്ന നിലപാടാണ് ഭാരതത്തിൻ്റേത്. അത് ഉപരോധങ്ങളോ മറ്റ് സംവിധാനങ്ങളോ ഉണ്ടാക്കി അത് തടയുന്ന രീതി അനിവാര്യമല്ല, അല്ലെങ്കിൽ ആശാസ്യമല്ല എന്ന നിലപാടാണുള്ളത്. അത് കാലങ്ങളായുള്ള ഭാരതത്തിൻ്റെ നിലപാടാണ്. ആ നിലപാടിൽ ഒട്ടും തന്നെ മാറ്റമില്ല എന്ന് തന്നെയാണ് ഭാരതത്തിൻ്റെ ഉറച്ച നിലപാട്. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി സംസാരിക്കുകയും ചെയ്തത്. 50ഓളം രാജ്യങ്ങൾ ചേർന്ന് ഇമ്മാനുവൽ മാക്രോണും അതുപോലെ തന്നെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാമറും നേതൃത്വം നൽകുന്നൊരു സംവിധാനം ഇവിടെ ഈ സ്വതന്ത്ര വ്യാപാരം ഉറപ്പാക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ഫ്രീ നാവിഗേഷൻ ഉറപ്പാക്കുന്നതിന് വേണ്ടി ഇടപെടലുകൾ നടത്തുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ ആ നിലപാടിനോടൊപ്പമാണ് ഭാരതവും നിൽക്കുന്നത്. സ്വതന്ത്രമായൊരു വാണിജ്യ കപ്പലോട്ടം അനിവാര്യമാണ് എന്ന നിലപാടാണ്. അതേസമയം അന്തിമമായി കരാറിലേക്ക് എത്തിയില്ലെങ്കിൽ, അതായത് ഈ സമാധാന ചർച്ചകൾക്ക് പിന്നാലെ അന്തിമ തീരുമാനം എത്തുന്നതുവരെ ഉപരോധം, ഈ സൈനിക ഉപരോധം തുടരുമെന്ന നിലപാട് അമേരിക്കയും ആവർത്തിക്കുകയാണ്. ഇറാൻ്റെ പോർട്ടുകൾ, പ്രത്യേകിച്ചും ബന്ദർ അബ്ബാസ് പോർട്ടൊക്കെ കേന്ദ്രീകരിച്ചുള്ള ഒരു ഉപരോധമാണ് ഈ US സൈന്യം നടത്തുന്നത്. ആ ഒരു സാഹചര്യത്തിൽ ആ ഒരു പ്രദേശത്ത് അതിശക്തമായൊരു സൈനിക ബ്ലോക്കേഡ് ഉണ്ടാക്കുകയും ആ ബ്ലോക്കേഡ് നീക്കാതെ സമാധാനത്തിലേക്കില്ല എന്ന് ഇറാൻ നിലപാടെടുക്കുകയും ചെയ്തിരിക്കുന്നു. ഈ രണ്ട് സാഹചര്യങ്ങളും നിലനിൽക്കുമ്പോൾ സ്വാഭാവികമായും ഇന്നത്തെ സമാധാന ചർച്ച എവിടെ ചെന്നെത്തുമെന്നത് കാത്തിരുന്ന് കാണേണ്ടതുണ്ട്. നാളെ ഇറാൻ സംഘം എത്തുമെന്നാണ് അറിയിക്കുന്നത്. പക്ഷേ ഇറാൻ സംഘം എത്തുമോ എന്ന ആശങ്കയാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. കൃത്യമായും നമുക്ക് പറയാൻ സാധിക്കുന്നത്, അമേരിക്കയുടെ ശക്തമായ ഇടപെടൽ അവിടെ ഉണ്ടാകുന്നുണ്ട്. ഇറാനെതിരായ ശക്തമായ നീക്കങ്ങൾ ഉണ്ടാകുന്നുണ്ട്. 22-ാം തീയതി വരെ സമാധാന ധാരണ നിലനിൽക്കുന്നുണ്ട്, അല്ലെങ്കിൽ വെടിനിർത്തൽ ധാരണ നിലനിൽക്കുന്നുണ്ട്. വെടിനിർത്തൽ ധാരണ ഇറാൻ ലംഘിച്ചു എങ്കിൽ കൂടി തുടർ ചർച്ചകളാകാമെന്ന നിലപാടാണ് ട്രംപിനുള്ളത്. ഇത്തരത്തിലുള്ളൊരു സാഹചര്യങ്ങൾ മുന്നോട്ട് പോകുന്ന ഒരു പശ്ചാത്തലത്തിലാണ് അതിസങ്കീർണാവസ്ഥയിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തിയിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ ഇറാനെതിരായ എല്ലാ ഉപരോധങ്ങളും നീക്കണമെന്ന ആവശ്യവുമായി ഈ റഷ്യ രംഗത്ത് വന്നിട്ടുണ്ടല്ലോ. പ്രത്യേകിച്ച് ഈ വിവിധ ഘട്ടങ്ങളായി ഉപരോധം ഒഴിവാക്കുന്നത് ഗുണകരമല്ലെന്നും അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയിലെ റഷ്യൻ പ്രതിനിധിയാണല്ലോ ഇക്കാര്യം സമൂഹ മാധ്യമത്തിൽ കുറിച്ചത്. അത് ഈ ഒരു ചർച്ചകൾ നടക്കുമ്പോൾ, ഇത്തരത്തിലുള്ള ഉപരോധവുമായി ബന്ധപ്പെട്ട സാഹചര്യം ഉണ്ടാകുമ്പോൾ എത്രത്തോളം നിർണായകമാണ് ഈ റഷ്യ പോലുള്ള ഒരു രാജ്യത്തിൻ്റെ ഇത്തരത്തിലുള്ള നിലപാട് ആവശ്യം?
സുരേഷ്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത് ഇക്കാര്യത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് തന്നെ ചില വിശദീകരണങ്ങൾ 2 ദിവസം മുമ്പ് നൽകിയിരുന്നു. അതായത് ആണവ സംവിധാനങ്ങൾ, ആണവ പരീക്ഷണങ്ങൾ, ആണവായുധ പരീക്ഷണങ്ങളും ആണവായുധ നിർമ്മാണവും നിർത്തിവെക്കാൻ തയ്യാറാണ് എന്ന കൃത്യമായ നിലപാട് ഇറാൻ അറിയിച്ചിരുന്നുവെന്ന് ട്രംപാണ് സമൂഹമാധ്യമത്തിൽ കുറിക്കുകയും അത് സമൂഹത്തോട് പറയുകയും ചെയ്തത്, ലോക സമൂഹത്തോട് പറയുകയും ചെയ്തത്. അത് സംബന്ധിച്ച് ഇറാൻ്റെ ഭാഗത്തു നിന്നൊരു വിശദീകരണമൊന്നും ഉണ്ടായിട്ടില്ല എങ്കിൽ കൂടി ട്രംപ് അത്തരത്തിലൊരു നിലപാട് അറിയിച്ചിരുന്നു. അതുപോലെ തന്നെ 15 വർഷത്തേക്ക് ആണവായുധങ്ങൾ നിർമ്മിക്കുന്നത് സംബന്ധിച്ച പരീക്ഷണങ്ങൾ പൂർണ്ണമായും സസ്പെൻഡ് ചെയ്യാമെന്നൊരു നിലപാടും അറിയിച്ചിരുന്നു എന്നാണ് അന്ന് അദ്ദേഹം സൂചിപ്പിച്ചത്. അത്തരത്തിലുള്ള നിലപാടുകൾ ഇറാൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുകയും സമാധാന സംവിധാനങ്ങളുടെ ഭാഗമായി ഇറാൻ്റെ ആണവ ഉൽപ്പാദന കേന്ദ്രങ്ങളിലെല്ലാം തന്നെ ഇൻ്റർനാഷണൽ ആറ്റമിക് എനർജി ഏജൻസിയുടെ അന്വേഷണമാവാമെന്ന അല്ലെങ്കിൽ നിരീക്ഷണമാകാമെന്ന നിലപാടും സ്ഥിരം നിരീക്ഷണമാകാമെന്ന നിലപാടും അറിയിച്ചിരുന്നു. മാത്രമല്ല ഈ എൻറിച്ച്ഡ് യുറേനിയം മറ്റൊരു രീതിയിലേക്ക്, അതായത് ഇത്തരത്തിൽ ബോംബാക്കി മാറ്റുന്ന അല്ലെങ്കിൽ മാരകമായ ആയുധങ്ങളാക്കി മാറ്റുന്ന ആ ഘടകത്തിൻ്റെ അവസ്ഥയിൽ നിന്നും സാങ്കേതികമായും രസതന്ത്രപരമായും അതിൻ്റെ ശേഷി കുറയ്ക്കുന്ന നടപടികളിലേക്ക് നീങ്ങാമെന്നൊരു നിലപാടും സ്വീകരിച്ചിരുന്നു. അത്തരത്തിലുള്ള നീക്കങ്ങളെല്ലാം നടത്താമെന്ന ഒരു നിലപാട് സ്വീകരിച്ചിരുന്നതായി ട്രംപ് അറിയിച്ചിരുന്നു. പക്ഷേ ഈ ഘട്ടം ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനമാകാത്തതും ഹോർമൂസ് വിഷയത്തിൽ അന്തിമ തീരുമാനമാകാത്തതുമാണ് ചർച്ചകൾ പരാജയപ്പെടാനും അന്തിമ ധാരണയിലെത്താനുമുള്ള ഒരു തടസ്സമായി നിലനിൽക്കുന്നതെന്നാണ് അറിയിച്ചത്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് റഷ്യയുടെ നിലപാട്. നമുക്കറിയാവുന്നതാണ്, ചൈനയും റഷ്യയും ഒരു അനുകൂല നിലപാടാണ് സ്വീകരിച്ചിരുന്നത് ഇറാനോട്. നേരത്തെ നമുക്കറിയാം, ബഹ്റൈൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ, അറബ് രാജ്യങ്ങൾ കൊണ്ടുവന്ന UN സെക്യൂരിറ്റി കൗൺസിലിലെ പ്രമേയത്തെ വീറ്റോ ചെയ്തത് ഈ 2 രാജ്യങ്ങളും ചേർന്നാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായൊരു നിലപാട് ഈ 2 രാജ്യങ്ങൾക്കും ഇറാൻ വിഷയത്തിലുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ്. അത് അമേരിക്കയ്ക്കെതിരായ ഒരു നിലപാടാണ് എന്ന കാര്യത്തിലും തർക്കമില്ല. ഈ ഒരു പശ്ചാത്തലത്തിലാണ് റഷ്യയുടെ ഇൻ്റർനാഷണൽ ആറ്റമിക് എനർജി ഏജൻസിയിലെ പ്രതിനിധി മിഖായിൽ യുലേനോവിൻ്റെ ഈ നിലപാട് പുറത്തു വന്നിരിക്കുന്നത്. ഘട്ടം ഘട്ടമായി ഈ ആണവായുധങ്ങൾ അല്ലെങ്കിൽ ഈ ഉപരോധങ്ങൾ നീക്കുന്നത് സംബന്ധിച്ച് ആണവ സംവിധാനങ്ങളുടെ കാര്യങ്ങളല്ല അദ്ദേഹം പരാമർശിച്ചിട്ടുള്ളത്, ഉപരോധങ്ങളുടെ കാര്യമാണ്. ഉപരോധങ്ങൾ നീക്കുന്നതിലും ഇനി ഉപരോധം ഉണ്ടാകില്ലെന്ന് ഉറപ്പ് നൽകുന്നതിലുമാണ് അന്തിമ സാഹചര്യം ഇരിക്കുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇത് റഷ്യയുടെ ഒരു നിലപാടായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി എന്ന് പറയുമ്പോൾ UN നിയന്ത്രണത്തിലുള്ളൊരു സംവിധാനത്തിൽ ഈ ഒരു നിലപാടുമായി റഷ്യ എത്തുമ്പോൾ ഗൗരവമേറിയൊരു സാഹചര്യം അതിന് പിന്നിലുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് ഏത് രീതിയിലായിരിക്കും യുദ്ധത്തെ സ്വാധീനിക്കുക എന്നത് കാത്തിരുന്ന് കാണേണ്ടതുണ്ട്. ആ ഒരു സാഹചര്യത്തിലാണ് ഇത്തരം ഒരു നിലപാട് റഷ്യയുടെ പ്രതിനിധി, അന്താരാഷ്ട്ര ആറ്റമിക് എനർജി ഏജൻസിയിലെ റഷ്യയുടെ പ്രതിനിധിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ഇനി ചൈനയുടെ പ്രതികരണം ഇക്കാര്യത്തിൽ ഉണ്ടാകാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. കൃത്യമായ വിലയിരുത്തൽ. ഐസൻ ജോസ് വളരെ പ്രധാനമായ വിവരങ്ങളിലേക്കാണ് പോയിരിക്കുന്നത്. അത് രത്നച്ചുരുക്കമായി പറയാൻ സാധിക്കുക, ഈ അടുത്ത കാലത്തൊന്നും പശ്ചിമേഷ്യയിലെ ഈ ഒരു ഭീഷണി, ഈ ഒരു അശാന്തമായ ഒരു സാഹചര്യം ഇത് ഇത് ഇല്ലാതാകില്ല എന്നൊരു വിലയിരുത്തലേക്ക് പോകേണ്ടി വരും എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇങ്ങനെ നീണ്ടു പോവുകയാണ്. സമാധാന, നേരത്തെ ശ്യാം പറഞ്ഞതുപോലെ തന്നെ സമാധാന ചർച്ചകൾ ഒരു ഭാഗത്ത് ഇങ്ങനെ നടക്കുകയാണ്. പക്ഷേ ഒരു സമാധാനം ഉണ്ടാകുന്നില്ല. അതിങ്ങനെ തെന്നി മാറുന്ന ഒരു സാഹചര്യം ഉണ്ടാവും.